നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മെക്കാനിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ ഫ്രിഡ്ജിനകത്തു നിന്നും എന്തെങ്കിലും സാധനം എടുക്കുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിനകം ഒട്ടും കാണത്തില്ല ലൈറ്റ് ഇല്ലെങ്കിൽ. ബൾബ് ഫ്യൂസ് ആയതുകൊണ്ടാണ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്താത്തത്. ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾക്കെല്ലാം സെയിം മെത്തേഡാണ്. നമ്മൾ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ബൾബ് റീപ്ലേസ് ചെയ്യുന്നതിന് സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ശരിയാക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ബൾബും അതുപോലെ തന്നെ ഒരു ടെസ്റ്ററുമാണ്. അപ്പോൾ ബൾബ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തുന്നതാണ്. ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് വരുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബൾബ് എങ്ങനെ മാറ്റുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബൾബ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗം ഇതുപോലെ തുറന്നിട്ട് ഫ്രിഡ്ജിനകത്തുള്ള ട്രേകളെല്ലാം എടുത്തു മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്തു മാറ്റുക. പിന്നെ നമ്മൾ ഈ വീഡിയോയിലെ എല്ലാ ഭാഗവും വളരെ വ്യക്തമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു ഭാഗവും സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ ഒന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ചില ഫ്രിഡ്ജുകൾക്ക് ഇവിടെ ആയിട്ടാണ് ബൾബ് വരുന്നത്, ഈ ഫ്രിഡ്ജിന് വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഏത് ഭാഗത്ത് ബൾബ് വന്നാലും ഇതുപോലെ ടെസ്റ്റർ യൂസ് ചെയ്താണ് അഴിക്കേണ്ടത്. മുകളിൽ വന്നാലും ഇവിടെ വന്നാലും നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് അഴിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ബൾബിൻ്റെ കവർ അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കവർ പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ അഴിച്ചെടുക്കാൻ. വളരെയധികം ശ്രദ്ധിക്കണം, കെയർ ചെയ്തിട്ട് വേണം അഴിക്കാൻ. ജസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് തള്ളിയാൽ മതി. ഒന്നുകൂടി മെല്ലെ കാണിക്കാം. ഇതിനകത്തോട്ട് മെല്ലെ കൊണ്ട് ആ ടെസ്റ്റർ കടത്തിയിട്ട് ജസ്റ്റ് ഒരു പുഷ്, അപ്പോൾ അതിങ്ങോട്ട് താഴോട്ട് വീഴും. പൊട്ടത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വീഴത്തുള്ളൂ. ഇനി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും വളരെയധികം കെയർ ചെയ്യേണ്ടത്. ഈ ബൾബ് അഴിച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ പൊട്ടിയിട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് കയ്യിനകത്ത് കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബൾബ് കറക്റ്റ് അഴിച്ചെടുക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ബൾബ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബൾബ് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റ് ശ്രദ്ധിച്ച് കണ്ടോളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ വീഡിയോയിലെല്ലാം കറക്റ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. ഇതൊക്കെ അഴിച്ചെടുക്കുന്നത് വളരെയധികം കറക്റ്റ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടമുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചെടുത്ത ബൾബിൻ്റെ ഫിലമെൻറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്രിഡ്ജിനകത്ത് ബൾബ് കത്താത്തത്. അത് കറക്റ്റ് ക്യാമറയുടെ ഫോക്കസ് അങ്ങോട്ട് റെഡി ആവുന്നില്ല. അതുകൊണ്ട് ആ ഫിലമെൻറ്റ് പോയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ നമുക്ക് ഇനി പുതിയ ബൾബ് എടുത്തിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പുതിയ ബൾബ് എടുത്ത് ഫിക്സ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഓവർ ടൈറ്റ് ചെയ്തിട്ട് ബൾബ് പൊട്ടാനോ ഒന്നും പാടില്ല. എന്നാലോ ബൾബ് കറക്റ്റ് അതിനോട്ട് ഫിറ്റ് ആവുകയും വേണം. അപ്പോൾ അത് ശ്രദ്ധിച്ചൊന്ന് കണ്ടോളൂ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബൾബ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബൾബ് ഹോൾഡറിനകത്ത് ഫിക്സ് ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓവർ ടൈറ്റ് ആവാതെ ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്ത് അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബൾബിന് വല്ല പ്ലേയോ ഇളക്കമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓൺ ചെയ്ത് ബൾബ് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫ്രിഡ്ജ് ഓൺ ചെയ്തപ്പോൾ ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബൾബ് ഓക്കെയാണ്. അപ്പോൾ പഴയ ബൾബ് മാറി പുതിയ ബൾബ് ഇട്ടപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ലൈറ്റെല്ലാം വന്നു. ഇനി നമുക്ക് കവറിടാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ആദ്യം തന്നെ കവർ ഇട്ടതിന് ശേഷം ഓണാക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കവറെല്ലാം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇനി ബൾബ് എങ്ങാനും കത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ അഴിക്കേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ബൾബ് കേടാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഡോർ സ്വിച്ച് കേടായാലും ബൾബ് ഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോർ സ്വിച്ച് എങ്ങനെ ശരിയാക്കിയിട്ട് ബൾബ് ഇടാമെന്ന് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.